ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോൾഡൻ ഫോർക്ക്. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വരട്ടിയതാണ്. നല്ല ടേസ്റ്റാണ്, എന്നാൽ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാവർക്കും തന്നെ ഉണ്ടാക്കാൻ പറ്റും. നല്ല ഈസി ആയിട്ടുള്ള മെത്തേഡിലാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, കണ്ടോ. ഇതിന് വേണ്ടിയിട്ട് 4 ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ട്, 4 പച്ചമുളക്, ഒരു തക്കാളി മതിയാവും. 1/2 കിലോ ബീഫ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 സ്പൂണ് വീതം മല്ലിപ്പൊടിയും മുളക് പൊടിയും എടുക്കണം. പിന്നെ ഓരോ ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ജീരകപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും വറ്റൽമുളകും. നമുക്ക് കുക്കറിലേക്ക് ഇനി ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ പച്ചക്കറികളും ഇട്ട് കൊടുക്കുക. അതിനുശേഷം കൈകൊണ്ട് നന്നായിട്ട് ഇത് ഞെരടിയെടുക്കുക. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ പൊടികളെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതും കൂടി നന്നായിട്ട് ഞെരടിയിട്ട് ഒന്ന് യോജിപ്പിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളം മതിയാവും, അധികം വെള്ളം യൂസ് ചെയ്യണ്ട, ആ ഉള്ളിയുടെ വെള്ളം ഉണ്ടാവും. ഇതും കൂടി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയൊന്നും ആവശ്യമില്ല, നമുക്ക് ഇത് വെന്ത് കഴിഞ്ഞാൽ മാത്രമേ ആവശ്യമുള്ളൂ. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി നമുക്കിത് കുക്കറിൽ ഞാൻ 20 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചുവട് കട്ടിയുള്ള എന്തെങ്കിലും പാത്രം, ഞാൻ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ തേങ്ങാക്കൊത്ത് ആദ്യം ഇട്ട് കൊടുക്കുക. എനിക്ക് തേങ്ങാക്കൊത്ത് നല്ലവണ്ണം ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഒരു മുറി തേങ്ങയുടെ തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഗോൾഡൻ ബ്രൗൺ ആയാലും ഇതിലേക്ക് കറിവേപ്പിലയും ഈ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്ത് നല്ലൊരു ക്രിസ്പി ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഈ നമ്മൾ വെന്തിട്ടുള്ള ഈ ബീഫിൻ്റെ ആ കറിയും ബീഫും എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വേണമെങ്കിൽ നല്ലപോലെ വെള്ളമൊക്കെ ആറുന്നത് വരെ വെക്കാം. ഞാൻ കുറച്ച് ഗ്രേവി ടൈപ്പാണ് ഉണ്ടാക്കിയത്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വരട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയാണെങ്കിലും എല്ലാത്തിൻ്റെ കൂടെയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.